കുഞ്ഞുമേരിയെ കണ്ടെത്തിയിരിക്കുന്നുവെന്ന സന്തോഷ വാർത്തയാണ്. നമ്മുടെ റിപ്പോർട്ടർമാരിലേക്ക് കൂടി നമുക്കൊന്ന് പോകണം. ബ്രഹ്മോസിന് പിൻവശത്തുള്ള റെയിൽവേ ട്രാക്കിന്റെ ആളൊഴിഞ്ഞ ഇടത്താണ് കുഞ്ഞിനെ കണ്ടെത്തിയിരിക്കുന്നത്. നമ്മുടെ പ്രതിനിധി ശ്രീജിത്ത് അടക്കം ആ പരിസരത്ത് കൂടി രാവിലെ നടന്നതാണ്. ശ്രീജിത്തുണ്ടെങ്കിൽ ശ്രീജിത്തിനെ കൂടി ഒന്ന് കണക്ട് ചെയ്യേണ്ടതുണ്ട്. ഇന്ന് രാവിലെ ശ്രീജിത്ത് അടക്കം ഈ പരിശോധനയിൽ പങ്കുചേർന്നിരുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ കുഞ്ഞിനെ കണ്ടെത്തി എന്ന സന്തോഷ വാർത്ത. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജീവനോടുകൂടി ആരോഗ്യവതിയായി തന്നെ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. ഇനി കുട്ടിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കും. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തൂ. ഇപ്പോൾ ആരും കസ്റ്റഡിയിലില്ല എന്നുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. ഒരു ഓടയിൽ നിന്നാണ് കുഞ്ഞിനെ കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞിനെ ഓടയിൽ ഉപേക്ഷിച്ചു പോയിട്ടുണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കൂടുതലും കാണുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ കുഞ്ഞിനെ പരിസരം മുഴുവൻ അരിച്ചുപെറുക്കിയിട്ടും കണ്ടെത്താതിരുന്നു. അതിനുശേഷം ഇപ്പോൾ കുട്ടിയെ ഓടയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ്. ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദിൽ പാലോട്, കുട്ടിയെ ആരോഗ്യവതിയായി തന്നെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ആരും പോലീസ് കസ്റ്റഡിയിലില്ല. എന്താണ് പോലീസിന്റെ അനുമാനം ഈ ഘട്ടത്തിൽ? ഇപ്പോൾ കുട്ടിയെ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കുട്ടി എങ്ങനെ അവിടെ എത്തി എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുന്നതേ ഉള്ളൂ. പരിസരത്താകെ വ്യാപകമായി പരിശോധന വൈകുന്നേരത്ത് നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി 15 മിനിറ്റിന് മുമ്പ് 7:43 ഇപ്പോൾ സമയം. അങ്ങനെയെങ്കിൽ 7:25 കുട്ടിയെ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് DCP തന്നെ, തിരുവനന്തപുരം DCP മാധ്യമങ്ങളെ കണ്ട് അറിയിച്ചത്. കൂടുതൽ മെഡിക്കൽ പരിചരണം ആവശ്യമുള്ളതിനാൽ ജനറൽ ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റിയിട്ടുണ്ട് എന്ന വിവരം കൂടി DCP പങ്കുവയ്ക്കുന്നുണ്ട്. ബ്രഹ്മോസിന്റെ പുറകുവശത്ത്, നമ്മൾ പറഞ്ഞതുപോലെ 400 മീറ്റർ ദൂരമുണ്ടാകും ബ്രഹ്മോസിലേക്ക്. അതിന്റെ പുറകുവശത്ത് റെയിൽവേ ട്രാക്കായിരുന്നു. നമ്മൾ രാവിലെ മുതൽ പറയുന്നുണ്ട്, ഈ കുട്ടിയും കുടുംബവും രാത്രി കിടന്നിരുന്നത് റെയിൽവേ ട്രാക്കിനടുത്താണ്. റെയിൽവേ ട്രാക്കിനടുത്ത് അതുവഴിയാകണം പോയിട്ടുണ്ടാവുക. പോലീസ് നേരത്തെ തന്നെ പറയുന്നുണ്ട്, അസ്വാഭാവിക സഞ്ചാരം ആ ഭാഗത്ത് കണ്ടില്ല എന്ന്. അങ്ങനെയെങ്കിൽ കുട്ടിയെ എടുത്ത് റെയിൽവേ ട്രാക്ക് വഴി നടന്നിട്ടുണ്ടാകുമെന്നാണ് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത്. ബ്രഹ്മോസിന്റെ പുറകുവശത്തെ റെയിൽവേ ട്രാക്കിന് സമീപമുള്ള ഓടയിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തി എന്ന വിവരമാണ്, ആശ്വാസകരമായ വിവരമാണ് ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്നത്. 15 മിനിറ്റ് മുൻപാണ് കുട്ടിയെ കിട്ടിയത്. കസ്റ്റഡിയിൽ ആരും തന്നെ ഇല്ല. ജനറൽ ആശുപത്രി, തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് മെഡിക്കൽ പരിശോധനയ്ക്കായി മാറ്റിയിട്ടുണ്ട് എന്നും DCP വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ആശ്വാസകരമായ വാർത്ത. 19 മണിക്കൂറുകൾക്ക് ശേഷം വലിയ തോതിൽ പോലീസ് ഇരുട്ടിൽ തപ്പിയിരുന്നു. പോലീസിന് ആശയക്കുഴപ്പവും വെല്ലുവിളികളും ഉണ്ടായിരുന്നു. ഒടുവിൽ ആശ്വാസകരമായ വാർത്ത എത്തിയിരിക്കുന്നു. അരുൺ, കുട്ടിയെ കണ്ടെത്തി എന്നുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളാണ്. നമ്മൾ അതിഥി എന്ന് വിളിച്ച് തന്നെ കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. കുട്ടിയെ കണ്ടെത്തിയെന്ന ആശ്വാസ വിവരം ഇപ്പോൾ DCP ആണ് മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. പോലീസ് തന്നെയാണ് കുട്ടിയെ കണ്ടെത്തിയത് എന്ന് DCP പറയുന്നു. ബ്രഹ്മോസിന്റെ പുറകുവശത്തുള്ള റെയിൽവേ ട്രാക്കിലെ ഓടയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വ്യാപകമായ പരിശോധന രാവിലെ മുതൽ ഉണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ പരിസരങ്ങൾ ആകെ പരിശോധിച്ചിരുന്നു. ഇപ്പോൾ കൂടുതൽ വ്യാപകമായ തെരച്ചിൽ വൈകുന്നേരം നടത്തിയപ്പോഴാണ് ബ്രഹ്മോസിന്റെ പുറകുവശത്ത് നിന്ന് റെയിൽവേ ട്രാക്കിന് സമീപം ആ കുട്ടിയെ കണ്ടെത്തിയത് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതിൽ ഈ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയായി തന്നെയാണോ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്? കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഒരുപക്ഷെ കുഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും ക്ഷീണം ഈ കുട്ടിക്കുണ്ടോ? എന്തെങ്കിലും ആ രീതിയിലുള്ള സൂചനകൾ എന്തെങ്കിലും നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? അതിൽ അവശയാണ് എന്ന വിവരം തന്നെയാണ് പോലീസ് പങ്കുവെക്കുന്നത്. ഇതിന് ആദ്യം മെഡിക്കൽ പരിചരണം ആവശ്യമുണ്ട്. ഉടൻ തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കുട്ടിയെ. കൂടുതൽ പരിശോധനകൾക്ക് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത ശരീരത്തിന്